ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മിക്സഡ് ഫ്രൂട്ട് ജ്യൂസാണ്. ഈ തണുത്ത ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കുന്നതിന് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫ്രൂട്ട്സൊക്കെ ഒന്ന് എടുത്തതാണ്. മസ്ക് മെലൻ ഒരു ഹാഫ് എടുത്തു, ഒരു ലൈം എടുത്തു, ഒരു ടൊമാറ്റോ എടുത്തു, 2 പഴമുണ്ടായിരുന്നത് എടുത്തു, ഒരു ബഞ്ച് ഗ്രേപ്സും എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മസ്ക് മെലൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. മസ്ക് മെലൻ നമ്മൾ നന്നായിട്ടൊന്ന് സ്കിന്നെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഗ്രേപ്സ് കഴിയെല്ലാം അതെല്ലാം അടർത്തി എടുത്തിട്ടുണ്ട്. ഒരു ടൊമാറ്റോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ജ്യൂസിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ്. പഴം ഇരുന്നതും കൂടെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് നമുക്ക് അടിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ മസ്ക് മെലൻ അടിച്ചെടുക്കാനായിട്ട് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചുകൊണ്ട് വരാം. നമുക്ക് ഫ്രൂട്ട്സ് ഓരോന്നും അരിച്ച് വേണേലും ഒഴിക്കാം. ഞാൻ എല്ലാം കൂടെ ചെയ്തിട്ട് അരിക്കുന്നുള്ളൂ. ഗ്രേപ്സ് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ഒഴിക്കാം. ഗ്രേപ്സ് ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചതല്ല, ടൊമാറ്റോ ആണ് അടിക്കേണ്ടത്. ഈ ടൊമാറ്റോയുടെ കൂടെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഞാൻ 2 കഷ്ണം ബീട്രൂട്ട് വെന്തെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് അടിച്ചെടുക്കാം. ബീട്രൂട്ടും ടൊമാറ്റോയും ആ പഴവും കൂടെ അടിച്ചതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നിറഞ്ഞു വന്നിരിക്കുകയാണ്. നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് ഇത് അരിച്ചൊഴിച്ചു കൊടുക്കാം. നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ ജ്യൂസ് എല്ലാം കൂടെ അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല കളറും ഒക്കെ ഉള്ള ഒരു ജ്യൂസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല പൾപ്പ് മാത്രമാണ്. നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. ആദ്യം 1 കപ്പ് വെള്ളം ചേർത്തതേ ഉള്ളൂ. ഈ ജ്യൂസിൽ നിന്ന് കുറച്ച് ജ്യൂസ് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ അരിച്ചെടുത്ത ജ്യൂസിന് നല്ല മധുരമുണ്ട്. എന്നാലും വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് അടിച്ചെടുക്കാനാണ് ഞാൻ ഈ മിക്സിയിലേക്ക് കുറച്ച് ജ്യൂസ് എടുത്തത്. നമുക്കിതൊന്ന് അടിച്ചുകൊണ്ട് വരാം. പഞ്ചസാരയും കൂടി ഇട്ട് അടിച്ച് മിക്സിയിലെ ജ്യൂസും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കൊഴുത്ത ജ്യൂസാണ്. ഇനി നമുക്ക് വെള്ളം ചേർക്കണം. ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു പകുതിയോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ലൈം പിഴിഞ്ഞെടുത്ത ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു ലൈമാണ്, അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിരുന്നു. നമുക്കിനി എല്ലാം കൂടി ഒന്ന് കലക്കി കൊടുക്കാം. നല്ല ഫ്രൂട്ട് ജ്യൂസ് റെഡിയായിരിക്കുകയാണ്. ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ചപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്. നമുക്കിത് കുപ്പികളിലേക്ക് മാറ്റാം. ഏകദേശം 2 കുപ്പി ജ്യൂസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം. ജ്യൂസ് ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. നാളെ നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.